ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രീ PSC വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവരും നന്നായിട്ട് പഠിക്കുക കേട്ടോ. പരീക്ഷയൊക്കെ അടുത്ത് വരാറായി. ഓക്കെ, അപ്പോൾ സിലബസ് അനുസരിച്ച് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ 2 ദിവസങ്ങളിലായിട്ട് രോഗങ്ങളും രോഗകാരികളും അല്ലേ, ബയോളജിയിൽ നിന്നുള്ള പോർഷനാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുകയായിരുന്നു. ഇന്ന് അതിൻ്റെ ലാസ്റ്റ് പാർട്ടാണ് കേട്ടോ. 3 ഭാഗങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇന്ന് അവസാനത്തെ ഭാഗമാണേ. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് പോകാടാ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, നിപ്പ വൈറസിൻ്റെ പ്രകൃതിയായുള്ള വാഹക ജീവി ഏതാണ്? നിപ്പ വൈറസ് ഒരു വൈറസ് രോഗമാണ് അല്ലേ. നിപ്പ എന്ന് പറയുന്നത് ഒരു വൈറസ് രോഗമാണ്. അത് അതിൻ്റെ പ്രകൃതിയായുള്ള വാഹക ജീവി ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ് നിപ്പയുടെ വാഹക ജീവി ഏതാണ്? നിങ്ങൾക്ക് കിട്ടിക്കാണൂല്ലേ ഉത്തരം. ആരാണ്? വവ്വാലാണ് അല്ലേ, വവ്വാലുകളാണ്. അങ്ങനെയാണെങ്കിൽ ഈ വൈറസിൻ്റെ പേരറിയാമോ? ഹെനിപ്പ വൈറസ് ജീനസിലെ ഒരു RNA വൈറസ് ആണ് നിപ്പ വൈറസ്, അല്ലെങ്കിൽ NIV എന്ന് പറയും കേട്ടോ. അപ്പോൾ ഹെനിപ്പ വൈറസ് ജീനസിലെ ഒരു RNA വൈറസ് ആണ് നിപ്പ വൈറസ് അല്ലെങ്കിൽ NIV വൈറസ്. മൃഗങ്ങളെയും മനുഷ്യരെയും ബാധിക്കുന്ന മാരകമായ ഈ വൈറസ് മൂലമുണ്ടാകുന്ന പകർച്ചവ്യാധി രോഗികളുടെ മരണത്തിന് വരെ കാരണമാകുന്നു. നമുക്കറിയാം, നിപ്പ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് കോഴിക്കോട് പേരാമ്പ്ര എന്ന് പറഞ്ഞ സ്ഥലത്താണ് അല്ലേ. അവിടെ നമ്മുടെ ലിനി ജോൺ എന്ന് പറയുന്ന ഒരു സിസ്റ്റർ മരിച്ച കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ എന്താണ് പറയുന്നത്? അങ്ങനെ ഒരു മാരകമായിട്ടുള്ള ഒരു വൈറസ് രോഗമാണ് നിപ്പ എന്ന് പറയുന്നത്. ഓക്കെ, വൈറസ് ബാധ ഉണ്ടായാൽ 5 മുതൽ 14 വരെ ദിവസമാണ് ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. എന്താണ്? വൈറസ് ബാധ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇൻക്യുബേഷൻ പീരീഡ് എത്രയാണ്? 5 മുതൽ 14 വരെ ദിവസമാണ് എന്ന് പറയുന്നത്. രോഗബാധ ഉണ്ടായാലും അതുപോലെ തന്നെ രോഗലക്ഷണം വ്യക്തമാകാൻ ഇത്രയും ദിവസങ്ങൾ വേണം. രോഗബാധ നമ്മുടെ ശരീരത്തിൽ ഉണ്ട് എങ്കിലും ആ രോഗലക്ഷണങ്ങൾ പ്രകടമാകുന്നതിന് ഈ 5 മുതൽ 14 വരെ ദിവസം ആവശ്യമാണ്. അതാണല്ലോ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, എന്തൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ? പനി, തലവേദന, തലകറക്കം, ബോധക്ഷയം. എന്തൊക്കെയാണ് നിപ്പയുടെ ലക്ഷണങ്ങൾ? എന്തൊക്കെയാണ്? പനി, തലവേദന, തലകറക്കം, ബോധക്ഷയം. അതുപോലെ തന്നെ ചുമ, വയറുവേദന, മനം പിരട്ടൽ, ഛർദി, ക്ഷീണം, കാഴ്ചമങ്ങൽ തുടങ്ങിയ ലക്ഷണങ്ങളൊക്കെ അപൂർവമായിട്ട് പ്രകടിപ്പിക്കാറുണ്ട്. ചുമ, വയറുവേദന, മനം പിരട്ടൽ, ഛർദി, ക്ഷീണം, കാഴ്ചമങ്ങൽ തുടങ്ങിയ ലക്ഷണങ്ങൾ അപൂർവമായിട്ട് പ്രകടിപ്പിക്കാറുണ്ട്. രോഗലക്ഷണങ്ങൾ ആരംഭിച്ച് 1-2 ദിവസങ്ങൾക്കകം തന്നെ ബോധം നഷ്ടപ്പെട്ട് കോമ അവസ്ഥയിലെത്താനും സാധ്യതയുണ്ട്. അത് വളരെ ഡേഞ്ചറാണേ. എന്താണ്? രോഗലക്ഷണങ്ങൾ ആരംഭിച്ച് 1-2 ദിവസങ്ങൾക്ക് തന്നെ ബോധം നഷ്ടപ്പെടും നമ്മുടെ. എന്നിട്ട് കോമ അവസ്ഥയിലേക്ക് പോകുന്ന ഒരു സ്റ്റേജിലേക്ക് വരും. മനസ്സിലായോ? തലച്ചോറിനെ ബാധിക്കുന്ന എൻസഫലൈറ്റിസ് ഉണ്ടാവാനും സാധ്യത കൂടുതലാണ്. തലച്ചോറിനെ ബാധിക്കുന്ന ഒരു അസുഖമാണ് എൻസഫലൈറ്റിസ് എന്ന് പറയുന്നത്. ഇതുണ്ടാവാനും സാധ്യത കൂടുതലാണ്. ഓക്കെ, കിട്ടിയോടാ? അപ്പോൾ ഓർത്തിരിക്കുക, നിപ്പ വൈറസ് അതിൻ്റെ വാഹക ജീവി ഏതാണെന്ന് ചോദിച്ചാൽ പറയണം, വവ്വാലുകളാണ്. ഹെനിപ്പ വൈറസ് എന്ന ജീനസിലെ ഒരു RNA വൈറസാണ് നിപ്പ വൈറസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേടാ? അടുത്ത ക്വസ്റ്റ്യൻ, ഒരു വ്യക്തിയുടെ ശാരീരികവും മാനസികവും സാമൂഹികവുമായ സമ്പൂർണ്ണ സുസ്ഥിതിയാണ് ഡാഷ്. ഒരു വ്യക്തിയുടെ ശാരീരികവും മാനസികവും സാമൂഹികവുമായ സമ്പൂർണ്ണ സുസ്ഥിതിയെ നമ്മൾ എന്താ വിളിക്കുന്നത്? അതാണ് ആരോഗ്യം അല്ലേ. ആരോഗ്യം എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, രോഗങ്ങളില്ലാത്ത അവസ്ഥയാണെങ്കിൽ അയാൾ ആരോഗ്യവാനാണെന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ. അതായത് രോഗങ്ങളില്ലാത്ത അവസ്ഥയാണ് സാമാന്യേന ആരോഗ്യം അല്ലെങ്കിൽ ഹെൽത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രോഗങ്ങൾ ഓരോ വ്യക്തിക്ക് എപ്പോഴും രോഗമാണെങ്കിൽ അയാൾക്ക് ആരോഗ്യം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല അല്ലേ. അപ്പോൾ രോഗങ്ങളില്ലാത്ത അവസ്ഥയാണ് ആരോഗ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 1948 ലോക ഹെൽത്ത് അസംബ്ലിയുടെ നിർവചന പ്രകാരം രോഗവൈകല്യരാഹിത്യമുള്ള അവസ്ഥ മാത്രമല്ല, പിന്നെയോ സമ്പൂർണ്ണ ശാരീരിക, മാനസിക, സാമൂഹിക സുസ്ഥിതി കൂടിയാണ് ആരോഗ്യം. അപ്പോൾ ആരോഗ്യത്തിന് ലോകാരോഗ്യ സംഘടന പറഞ്ഞിരിക്കുന്ന നിർവചനമാണ് പറയുന്നത്. എന്താണ്? സമ്പൂർണ്ണ ശാരീരിക, മാനസിക, സാമൂഹിക സുസ്ഥിതി. അതാണ് ആരോഗ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്നാണ് ലോകാരോഗ്യ ദിനം? എല്ലാ വർഷവും ഏത് ദിവസമാണ് ലോകാരോഗ്യ ദിനമായിട്ട് ആചരിക്കുന്നത്? ഏപ്രിൽ 7 അല്ലേ. എല്ലാ വർഷവും ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനമായിട്ട് ആചരിക്കുന്നത്. കിട്ടിയോ? അപ്പോൾ എന്താണ് ആരോഗ്യം എന്ന് പറഞ്ഞാൽ? ഒരു വ്യക്തിയുടെ ശാരീരികവും മാനസികവും സാമൂഹികവുമായ സമ്പൂർണ്ണ സുസ്ഥിതിയാണ് ആരോഗ്യം. കിട്ടിയല്ലോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ശരിയായ ജോഡികൾ കണ്ടെത്തുക. വൈറസ് എന്ന് വന്നിട്ട് അതിൻ്റെ നേരെ വാഴയിലെ കുറുനാമ്പു രോഗം എന്ന് തന്നിരിക്കുന്നു. ഫംഗസ് എന്ന് വന്നിട്ട് കുരുമുളകിൻ്റെ ദ്രുതവാട്ടം എന്ന് പറഞ്ഞിരിക്കുന്നു. ബാക്ടീരിയ എന്ന് പറഞ്ഞിട്ട് മരച്ചീനിയിലെ മൊസൈക്ക് രോഗം എന്ന് പറഞ്ഞിരിക്കുന്നു. ഫംഗസ് വഴുതനയിലെ വാട്ടരോഗം എന്ന് പറഞ്ഞിരിക്കുന്നു. ബാക്ടീരിയയുടെ നേരെ നെൽച്ചെടിയിലെ ബ്ലൈറ്റ് രോഗം എന്ന് പറയുന്നു. ഇതിനകത്ത്
ശരിയായ ജോഡികൾ ഏതൊക്കെയാണ്? രോഗകാരികളും അത് ഏതൊക്കെ ചെടികൾ അല്ലെങ്കിൽ ഏതൊക്കെ സസ്യങ്ങളിലാണ് അസുഖങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഇവിടെ 1, 2, 5 മാത്രമേ ഇവിടെ ശരിയായിട്ടുള്ള ജോഡിയുള്ളൂ. അത് ഞാൻ ശരിയായിട്ടുള്ള ജോഡികൾ ഒന്നുകൂടെ പറയാം. വൈറസ്, അതായത് വാഴയിലെ കുറുനാമ്പ് രോഗം ഉണ്ടല്ലോ, അതിന് കാരണം വൈറസ് ആണ്. എന്താണ്? വാഴയിലെ കുറുനാമ്പ് രോഗം ഉണ്ടാക്കുന്ന വൈറസുകളാണ് കേട്ടോ. ഇനി കുരുമുളകിൻ്റെ ദ്രുതവാട്ടം എന്ന അസുഖത്തിന് കാരണം ഫംഗസ് ആണ് കേട്ടോ. കുരുമുളകിൻ്റെ ദ്രുതവാട്ടം ഫംഗസ് ആണ്. അങ്ങനെയാണെങ്കിൽ നെൽച്ചെടിയിലെ ബ്ലൈറ്റ് രോഗത്തിന് കാരണം ആരാണ്? അത് ബാക്ടീരിയ ആണ്. ബാക്ടീരിയ, മനസ്സിലായോ? നെൽച്ചെടിയിലെ ബ്ലൈറ്റ് രോഗത്തിന് കാരണം ബാക്ടീരിയ ആണ്. ഓക്കെ, അത്രയാണ് ഇവിടെ ശരിയായ ജോഡികൾ. ഒന്നുകൂടെ പറയാം. വാഴയിലെ കുറുനാമ്പ് രോഗം വൈറസ്, കുരുമുളകിൻ്റെ ദ്രുതവാട്ടം ഫംഗസ്, നെൽച്ചെടിയിലെ ബ്ലൈറ്റ് രോഗം ബാക്ടീരിയ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മരച്ചീനിയിലെ മൊസൈക്ക് രോഗം ഉണ്ടാക്കുന്നത് ആരാണ്? മരച്ചീനിയിലെ മൊസൈക്ക് രോഗം അത് വൈറസ് ആണ്, ബാക്ടീരിയ അല്ല, വൈറസ് ആണ്. മരച്ചീനിയിലെ മൊസൈക്ക് രോഗത്തിന് കാരണം വൈറസ് ആണ്. അതുപോലെ തന്നെ വഴുതനയിലെ വാട്ടരോഗത്തിന് കാരണം എന്താണ്? ബാക്ടീരിയ ആണ് അല്ലേ. വഴുതനയിലെ വാട്ടരോഗം ബാക്ടീരിയ ആണ്. ഇനി തെങ്ങിൻ്റെ കൂമ്പുചീയലിന് കാരണം എന്താണ്? തെങ്ങിൻ്റെ കൂമ്പുചീയൽ അത് ഫംഗസ് ആണ് അല്ലേ. തെങ്ങിൻ്റെ കൂമ്പുചീയലിന് കാരണം ഫംഗസ് ആണ്. അപ്പോൾ ഒന്നുകൂടെ, മരച്ചീനിയിലെ മൊസൈക്ക് രോഗത്തിന് കാരണം വൈറസ് ആണ്. വഴുതനയിലെ വാട്ടരോഗമാണെങ്കിൽ ബാക്ടീരിയ ആണ്. തെങ്ങിൻ്റെ കൂമ്പുചീയലിന് കാരണം ഫംഗസ് ആണ്. ഇത്രയും കിട്ടിയോ? ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നുകൂടെ പറയാം. വാഴയിലെ കുറുനാമ്പ് രോഗം വൈറസ്, കുരുമുളകിൻ്റെ ദ്രുതവാട്ടം ഏതാണ്? ഫംഗസ്, നെൽച്ചെടിയിലെ ബ്ലൈറ്റ് രോഗം ബാക്ടീരിയ, മരച്ചീനിയിലെ മൊസൈക്ക് രോഗം വൈറസ്, വഴുതനയിലെ വാട്ടരോഗം ബാക്ടീരിയ, തെങ്ങിൻ്റെ കൂമ്പുചീയലിന് കാരണം ഫംഗസ്. ഇത്രയും കിട്ടിയോ? അടുത്ത ക്വസ്റ്റ്യൻ, സാധാരണ കോശവും വൈറസുകളും തമ്മിലുള്ള വ്യത്യാസം എന്താ? പറയാമോ? സാധാരണ ഒരു കോശവും വൈറസുകളും തമ്മിലുള്ള വ്യത്യാസം എന്താണ് നമ്മൾ വൈറസ് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. എന്താണ് വൈറസിൻ്റെ ഘടന എന്ന് പറയുന്നത്? അതായത് പ്രോട്ടീൻ ആവരണത്തിനുള്ളിൽ DNA അല്ലെങ്കിൽ RNA തന്മാത്രകളെ ഉൾക്കൊള്ളുന്ന ലഘുഘടനയാണ് വൈറസിൻ്റെ. എന്താണ്? പ്രോട്ടീൻ ആവരണത്തിനുള്ളിൽ DNA അല്ലെങ്കിൽ RNA തന്മാത്രകളെ ഉൾക്കൊള്ളുന്ന ലഘുഘടനയാണ് വൈറസിൻ്റേത്. ഇനി സാധാരണ ജീവകോശങ്ങളിലുള്ള കോശാംഗങ്ങൾ വൈറസുകളിലുണ്ടോ? ഇല്ല. സാധാരണ ജീവകോശങ്ങളുള്ള കോശാംഗങ്ങളൊന്നും തന്നെ വൈറസുകളിലില്ല. ആതിഥേയ കോശങ്ങളുടെ ജനിതക സംവിധാനത്തെ ഉപയോഗപ്പെടുത്തിയാണ് വൈറസുകൾ പെരുകുന്നത്. വൈറസിൻ്റെ പ്രത്യേകത ആതിഥേയ കോശങ്ങളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ചിട്ടാണ് ഇവ പെരുകുന്നത്. മനസ്സിലായോ? മനുഷ്യരെ മാത്രമല്ല, സസ്യങ്ങളെയും മറ്റ് ജന്തുക്കളെയും ബാക്ടീരിയ പോലുള്ള സൂക്ഷ്മജീവികളെയും വൈറസുകൾ ബാധിക്കാറുണ്ട്. നമ്മുടെ വിചാരം മനുഷ്യരെ മാത്രമേ ഈ വൈറസ് ബാധിക്കുന്നു എന്നാണ്. പക്ഷേ അല്ല, സസ്യങ്ങളെ ബാധിക്കാം, ജന്തുക്കളെ ബാധിക്കാം, ബാക്ടീരിയ പോലുള്ള സൂക്ഷ്മജീവികളെയും വൈറസുകൾ ബാധിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറയുകയാണ്. എന്താണ്? പ്രോട്ടീൻ ആവരണത്തിനുള്ളിൽ DNA അല്ലെങ്കിൽ RNA തന്മാത്രകളെ ഉൾക്കൊള്ളുന്ന ലഘുഘടനയാണ് വൈറസ്. ഓക്കെ, പിന്നെ പറയാവുന്നത് വൈറസുകളിൽ എന്തില്ല? സാധാരണ ജീവകോശങ്ങളിലുള്ള കോശാംഗങ്ങളൊന്നും തന്നെ വൈറസിലില്ല. ആതിഥേയ കോശങ്ങളുടെ ജനിതക സംവിധാനത്തെ ഉപയോഗപ്പെടുത്തിയാണ് ഇവ പെരുകുന്നത്. മനുഷ്യരെ മാത്രമല്ല, സസ്യങ്ങളെയും മറ്റ് ജന്തുക്കളെയും അതുപോലെ ബാക്ടീരിയ പോലുള്ള സൂക്ഷ്മജീവികളെയും വൈറസുകൾ ബാധിക്കാറുണ്ട്. അപ്പോൾ ഇത്രയും ഒന്ന് വൈറസിൻ്റെ കാര്യം ഒന്ന് ഓർത്ത് വെച്ചേക്കണം കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണേ. അടുത്ത ക്വസ്റ്റ്യൻ, പുകവലിയുടെ ദൂഷ്യഫലം മൂലം ഉണ്ടാകാത്ത രോഗം ഇവയിലേതാണ്? പുകവലിയുടെ ദൂഷ്യഫലം മൂലം ഉണ്ടാകാത്ത രോഗം: പക്ഷാഘാതം, ബ്രോങ്കൈറ്റിസ്, സീറോസിസ്, എംഫിസീമ. ഏതാണ് ആൻസർ വരുന്നത്? കിട്ടിയോ? പക്ഷാഘാതമാണോ, ബ്രോങ്കൈറ്റിസ് ആണോ, സിറോസിസ് ആണോ, എംഫിസീമയാണോ? ഇതിനകത്ത് പുകവലിയുടെ ദൂഷ്യഫലം മൂലം ഉണ്ടാകാത്ത രോഗമാണ്, അതാണ് കീവേഡ്, ഉണ്ടാകാത്ത രോഗം. ഇതിനകത്ത് ഏതാണ് കിട്ടിയോട് ആൻസർ? സീറോസിസ് ആണല്ലേ, സീറോസിസ് ആണ്. പക്ഷാഘാതമാണെങ്കിലും ബ്രോങ്കൈറ്റിസ് ആണെങ്കിലും എംഫിസീമയൊക്കെ പുകവലിയുടെ ദൂഷ്യഫലം മൂലം ഉണ്ടാകുന്നത് തന്നെയാണ്. ഇതിനകത്ത് ഉണ്ടാകാത്തത് സീറോസിസ് ആണ് കേട്ടോ. അപ്പോൾ ഈ പുകവലി മൂലം ഇഷ്ടംപോലെ അസുഖങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലേ. ഏതൊക്കെയാ? ക്യാൻസർ, അതുപോലെ ഹൃദ്രോഗം, പക്ഷാഘാതം, ശ്വാസകോശ രോഗങ്ങൾ, പ്രമേഹം, എംഫിസീമ, ക്രോണിക് ബ്രോങ്കൈറ്റിസ്, അങ്ങനെ ഇവ ഉൾപ്പെടുന്ന ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസിന് പുകവലി കാരണമാകുന്നുണ്ട്. ഈ രോഗങ്ങളൊക്കെ തന്നെ പുകവലി മൂലം ഉണ്ടാകാം. മനസ്സിലായോ? അതുപോലെ ക്ഷയം, ചില നേത്ര രോഗങ്ങൾ, റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ഉൾപ്പെടെയുള്ള രോഗപ്രതിരോധ വ്യവസ്ഥയുടെ പ്രശ്നങ്ങൾ എന്നിവയ്ക്കുള്ള സാധ്യതയും പുകവലി വർദ്ധിപ്പിക്കുന്നുണ്ട്. മനസ്സിലായോ? ക്ഷയം, അതുപോലെ നേത്ര രോഗങ്ങൾ, റുമറ്റോയിഡ് ആർത്രൈറ്റിസ്, അങ്ങനെയുള്ള രോഗപ്രതിരോധ വ്യവസ്ഥയുടെ പ്രശ്നങ്ങൾക്കുള്ള സാധ്യത പുകവലി വർദ്ധിപ്പിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഈ പുകവലിയുടെ ദൂഷ്യഫലം മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ്
പറഞ്ഞേ, പക്ഷാഘാതമുണ്ട്, ശ്വാസകോശ ക്യാൻസർ ഉണ്ട്, എംഫിസീമയുണ്ട്. ഏതൊക്കെയാണ് പുകവലിയുടെ ദൂഷ്യഫലം മൂലം ഉണ്ടാകുന്നത്? പക്ഷാഘാതം, ശ്വാസകോശ ക്യാൻസർ, എംഫിസീമ. ഓർത്ത് വെച്ചേക്കണേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ശരിയായ പ്രസ്താവനകളാണ്. ഒന്നാമത്തെ പ്രസ്താവന, ശരീരത്തിൽ പ്രവേശിച്ച് പ്രതിരോധ വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്ന രോഗാണുക്കളെയും അന്യവസ്തുക്കളെയും ആൻറ്റിബോഡി എന്ന് പറയുന്നു. ശരിയാണോ? പ്രസ്താവന ശരിയാണോ? തെറ്റാണല്ലേ. ശരീരത്തിൽ പ്രവേശിച്ച് പ്രതിരോധ വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്ന രോഗാണുക്കളെ അന്യവസ്തുക്കളെ ആൻറ്റിബോഡി എന്ന് പറയുന്നത് തെറ്റാണത്. ആൻറ്റിബോഡി ശരീരത്തിലെത്തുന്ന ആൻറ്റിജനുകൾക്കെതിരെ പ്രോട്ടീനുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. അത് ശരിയല്ലേ? അത് ശരിയായ പ്രസ്താവനയല്ലേ? ആൻറ്റിബോഡി ശരീരത്തിലെത്തുന്ന ആൻറ്റിജനുകൾക്കെതിരെ എന്ത് ഉൽപ്പാദിപ്പിക്കുന്നു? ചില പ്രോട്ടീൻസിനെ ഉൽപ്പാദിപ്പിക്കുന്നു. ഓക്കെ. പൊതുവായ പ്രതിരോധം ഭേദിച്ച് ശരീരത്തിലെത്തുന്ന രോഗകാരികളെ പ്രത്യേകം തിരിച്ചറിയുകയും നശിപ്പിക്കുകയും ചെയ്യുന്ന ബേസോഫിലുകളാണ്. അതും തെറ്റാണ്. ആൻറ്റിബോഡികൾ രോഗാണുക്കളെ നശിപ്പിക്കുന്ന 4 രീതിയിലാണ്. അതും തെറ്റാണ്. അപ്പോൾ ഇവിടെ ഉത്തരം ബി ഓപ്ഷനാണ്. ആൻറ്റിബോഡി ശരീരത്തിലെത്തുന്ന ആൻറ്റിജനുകൾക്കെതിരെ ചില പ്രോട്ടീനുകൾ ഉൽപ്പാദിപ്പിക്കുന്നു എന്നുള്ളത് മാത്രമേ ഇവിടെ ശരിയായിട്ടുള്ളതുള്ളൂ. മനസ്സിലായോ? അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ലിംഫോസൈറ്റുകൾ 2 രീതിയിലാണ് അല്ലേ. അതിൽ ബി ലിംഫോസൈറ്റുകൾ ശരീരത്തിലെത്തുന്ന ആൻറ്റിജനുകൾക്കെതിരെ പ്രോട്ടീനുകളെ ഉൽപ്പാദിപ്പിക്കുന്നു. ഇതാണ് ആൻറ്റിബോഡീസ് എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലേ. ബി ലിംഫോസൈറ്റുകൾ അസ്ഥിമജ്ജയിലാണ് നിർമ്മിക്കപ്പെടുന്നത്. ഇവ ശരീരത്തിലെത്തുന്ന ആൻറ്റിജനുകൾക്കെതിരെ ചില പ്രോട്ടീനുകളെ ഉൽപ്പാദിപ്പിക്കുന്നു. ഇവയാണ് ആൻറ്റിബോഡീസ് എന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. 3 രീതിയിൽ ആൻറ്റിബോഡികൾ രോഗാണുക്കളെ നശിപ്പിക്കുന്നു നമ്മൾ പഠിച്ചതാണ്. പല പ്രാവശ്യം പഠിച്ചതാണ്. പല ക്വസ്റ്റ്യൻസിലും ഇത് ആവർത്തിച്ച് വന്നതാണ് അല്ലേ. ആൻറ്റിബോഡികൾ രോഗാണുക്കളെ നശിപ്പിക്കുന്ന 3 രീതിയിലാണ്. മറക്കരുത്, 3 രീതിയിലാണ്. ഏതൊക്കെയാണ് ആ രീതികൾ? 1, ബാക്ടീരിയയുടെ കോശസ്തരത്തെ ശിഥിലീകരിച്ച് അവയെ നശിപ്പിക്കും. പിന്നെയോ ആൻറ്റിജനുകളുടെ അല്ലെങ്കിൽ വിഷാംശം നിർവീര്യമാക്കും. മറ്റ് ശ്വേതരക്താണുക്കളെ ഉത്തേജിപ്പിച്ച് രോഗാണുക്കളെ നശിപ്പിക്കും. ഇങ്ങനെ 3 രീതിയിലാണ് ആൻറ്റിബോഡികൾ രോഗാണുക്കളെ നശിപ്പിക്കുന്നത്. ഒന്നുകൂടെ പറയാം. ബാക്ടീരിയയുടെ കോശസ്തരത്തെ ശിഥിലീകരിച്ച് അവയെ നശിപ്പിക്കുന്നു. ആൻറ്റിജനുകളുടെ വിഷാംശം നിർവീര്യമാക്കുന്നു. മറ്റ് ശ്വേതരക്താണുക്കളെ ഉത്തേജിപ്പിച്ച് രോഗാണുക്കളെ നശിപ്പിക്കുന്നു. ഓക്കെ, കിട്ടിയോ? അടുത്ത ക്വസ്റ്റ്യൻ. ആധുനിക പ്രതിരോധ കുത്തിവയ്പ്പിന് തുടക്കം കുറിച്ച എഡ്വേർഡ് ജെന്നർ ആദ്യമായി കണ്ടെത്തിയ പ്രതിരോധ കുത്തിവയ്പ്പ്. ഇത് നമ്മൾ പഠിച്ചതാണ് അല്ലേ. എഡ്വേർഡ് ജെന്നറാണ് ആധുനിക പ്രതിരോധ കുത്തിവയ്പ്പിന് തുടക്കം കുറിച്ചത്. അതൊക്കെ നമ്മൾ പഠിച്ചതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പോൾ ഇദ്ദേഹം ആദ്യമായി കണ്ടെത്തിയ പ്രതിരോധ കുത്തിവയ്പ്പ് ഏതാണ്? ഏത് രോഗത്തിനെതിരെ എന്നാണ് ഉദ്ദേശിക്കുന്നത്? ഏത് രോഗത്തിനെതിരെയാണ്? വസൂരിക്കെതിരെയാണ് അല്ലേ. വസൂരിക്കെതിരെയാണ്. അപ്പോൾ വസൂരിക്കെതിരെ ലോകത്തെ ആദ്യ പ്രതിരോധ കുത്തിവയ്പ്പ് വികസിപ്പിച്ച ഡോക്ടറും ഗവേഷകനുമായിരുന്നു ആര്? എഡ്വേർഡ് ജെന്നർ. ഓക്കെ. ഇമ്മ്യൂണൈസേഷൻ, ഇനോക്കുലേഷൻ എന്നീ പദങ്ങൾ വാരിയോല വാക്സിനയിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത്. അപ്പോൾ ഇമ്മ്യൂണൈസേഷൻ അതുപോലെ ഇനോക്കുലേഷൻ എന്നീ പദങ്ങളൊക്കെ വന്നത് ഏത് വാക്കിൽ നിന്നാണ്? വാരിയോല വാക്സിനിൽ നിന്നാണ് കേട്ടോ. കൗപോക്സിനെ വിവരിക്കാൻ ജെന്നർ ഉപയോഗിച്ച പദമാണിത്. കൗപോക്സിനെ വിവരിക്കാൻ ജെന്നർ ഉപയോഗിച്ച പദമായിരുന്നു ഇത്. ഇമ്മ്യൂണോളജിയുടെ പിതാവ് നമ്മൾ പഠിച്ചു. ഇമ്മ്യൂണോളജിയുടെ പിതാവ്, രോഗപ്രതിരോധത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? എഡ്വേർഡ് ജെന്നർ ആണ്. ഓക്കെ. അപ്പോൾ ഇമ്മ്യൂണോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന എഡ്വേർഡ് ജെന്നർ രോഗപ്രതിരോധ ശാസ്ത്ര രംഗത്ത് ഒരു മുൻനിരക്കാരൻ തന്നെയാണ്. ഓക്കേടാ, അറിയാവുന്ന പോയിന്റ് തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ആദ്യമായി ആൻറ്റിബയോട്ടിക്കുകൾ കണ്ടെത്തിയത് ആരാണ്? ആദ്യമായിട്ട് ആൻറ്റിബയോട്ടിക്കുകൾ കണ്ടെത്തിയത് ആരാണ്? അലക്സാണ്ടർ ഫ്ലെമിംഗ്. നമ്മൾ എന്തെങ്കിലും അസുഖം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉടനെ ആൻറ്റിബയോട്ടിക് കഴിക്കും അല്ലേ. അത് കണ്ടെത്തിയത് ആരാണ്? അത് അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ്. അങ്ങനെയാണെങ്കിൽ ആദ്യമായിട്ട് വികസിപ്പിച്ച ആൻറ്റിബയോട്ടിക് ഏതാണ്? നമുക്കറിയാം. ഏതാണ്? പെൻസിലിൻ ആണ് അല്ലേ. പെൻസീലിയം എന്ന പൂപ്പലിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ആൻറ്റിബയോട്ടിക് ആണ് പെൻസിലിൻ എന്ന് പറയുന്നത്. പെൻസീലിയം എന്ന പൂപ്പലിൽ നിന്നാണ് ഇത് ഉണ്ടാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആരാണ് പെൻസിലിൻ കണ്ടുപിടിച്ചത്? ഈ അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ്. ഏത് വർഷമാണ്? 1928. 1928 അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ് പെൻസിലിൻ കണ്ടുപിടിച്ചത്. ഓക്കെ. ബാക്ടീരിയ എന്ന സൂക്ഷ്മജീവിയുടെ വളർച്ച ഇല്ലാതാക്കുകയോ അവയെ നശിപ്പിക്കുകയോ ചെയ്യുന്ന പദാർത്ഥമോ സംയുക്തമോ ആണ് ആൻറ്റിബയോട്ടിക്. ആൻറ്റിബയോട്ടിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ബാക്ടീരിയ എന്ന സൂക്ഷ്മജീവിയുടെ വളർച്ച ഇല്ലാതാക്കുകയോ അവയെ നശിപ്പിക്കുകയോ ചെയ്യുന്ന പദാർത്ഥമോ സംയുക്തമോ ആണ് അപ്പോൾ നമ്മൾ ആൻറ്റിബയോട്ടിക് കഴിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ബാക്ടീരിയ എന്ന സൂക്ഷ്മജീവി അതിൻ്റെ ഒന്നല്ലെങ്കിൽ വളർച്ച ഇല്ലാതാക്കും അല്ലെങ്കിൽ അവയെ നശിപ്പിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള സംയുക്തം അല്ലെങ്കിൽ പദാർത്ഥത്തെയാണ് നമ്മൾ ആൻറ്റിബയോട്ടിക്കുകൾ എന്ന് പറയുന്നത്. കിട്ടിയോ? അപ്പോൾ ആദ്യമായി ആൻറ്റിബയോട്ടിക്കുകൾ കണ്ടെത്തിയത് അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ്. ആദ്യമായി കണ്ടുപിടിച്ച ആൻറ്റിബയോട്ടിക് പെൻസിലിൻ ആണ്. ഏത് വർഷമാണ്? 1928. ഇത്ര ഓക്കെ ആണോ? ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ.
പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഒന്നാമത്തെ പ്രസ്താവന, എ ഗ്രൂപ്പ് രക്തത്തിൽ ആന്റിബോഡി ബിയും ബി ഗ്രൂപ്പ് രക്തത്തിൽ ആന്റിബോഡി എയുമാണുള്ളത്. ശരിയാണോ എന്ന് ആലോചിച്ച് നോക്കിയേ. എ ഗ്രൂപ്പ് രക്തമുള്ള ഒരാൾ, അയാളുടെ ആന്റിബോഡി എന്ന് പറയുന്നത് ബി ആണ്. ബി ഗ്രൂപ്പ് രക്തമാണെങ്കിൽ ആന്റിബോഡി എ ആണ്. ആണോ? ശരിയാണോ? ശരിയാണോ? ശരിയാണല്ലേ. എ ഗ്രൂപ്പ് രക്തം ഉണ്ടെങ്കിൽ ആന്റിബോഡി തീർച്ചയായിട്ടും ബി ആയിരിക്കും അല്ലേ. ബി ഗ്രൂപ്പ് രക്തം ഉണ്ടെങ്കിൽ നേരെ തിരിച്ച് ആന്റിബോഡി എ ആയിരിക്കും. അത് ശരിയാണ്. രണ്ടാമത്തെ പ്രസ്താവന ഇതാണ്, എ ബി ആന്റിജനുകളെ കൂടാതെ ചില വ്യക്തികളുടെ അരുണ രക്താണുവിൻ്റെ കോശസ്ഥലത്തിൽ ആന്റിജൻ ഡി അല്ലെങ്കിൽ RH ഘടകവും ഉണ്ടാകാം. ഒന്നുകൂടെ പ്രസ്താവന പറയാം. എ ബി ആന്റിജനുകളെ കൂടാതെ ചില വ്യക്തികളുടെ അരുണ രക്താണുവിൻ്റെ കോശസ്ഥലത്തിൽ ആന്റിജൻ ഡി അല്ലെങ്കിൽ RH ഘടകവും ഉണ്ടാകാം. ശരിയാണോ അത്? അതും ശരിയായ പ്രസ്താവനയാണ്. മൂന്നാമത്തെ പ്രസ്താവന, ആന്റിജൻ ഡി ഉള്ള രക്തഗ്രൂപ്പുകൾ നെഗറ്റീവ് എന്നും ഇല്ലാത്തവ പോസിറ്റീവ് എന്നും അറിയപ്പെടുന്നു. അത് ശരിയാണോ? തെറ്റല്ലേ. ആന്റിജൻ ഡി ഉള്ള രക്തഗ്രൂപ്പുകൾ നെഗറ്റീവ് എന്നും ഇല്ലാത്തവ പോസിറ്റീവ് എന്നും അറിയപ്പെടുന്നു. തിരിഞ്ഞുപോയി അല്ലേ. അപ്പോൾ അത് തെറ്റാണ്. എല്ലാവർക്കും എല്ലാ ഗ്രൂപ്പ് രക്തവും സ്വീകരിക്കാൻ കഴിയില്ല. അത് ശരിയല്ലേ. 100% ശരിയാണ് അല്ലേ. എല്ലാവർക്കും എല്ലാ ഗ്രൂപ്പ് രക്തവും സ്വീകരിക്കാൻ കഴിയുമോ? ഇല്ല. അപ്പോൾ ആ പ്രസ്താവനയും ശരിയാണ്. അപ്പോൾ ഇവിടെ 1, 2, 4 മാത്രമേ ശരിയുള്ളൂ. ശരിയായ പ്രസ്താവനകൾ ഒന്നുകൂടെ പറയാം. എ ഗ്രൂപ്പ് രക്തത്തിൽ ആന്റിബോഡി ബിയും ബി ഗ്രൂപ്പ് രക്തത്തിൽ ആന്റിബോഡി എയുമാണുള്ളത്. അതുപോലെ എ ബി ആന്റിജനുകളെ കൂടാതെ ചില വ്യക്തികളുടെ അരുണ രക്താണുവിൻ്റെ കോശസ്ഥലത്തിൽ ആന്റിജൻ ഡി അല്ലെങ്കിൽ RH ഘടകവും ഉണ്ടാകും. എല്ലാവർക്കും എല്ലാ ഗ്രൂപ്പ് രക്തവും സ്വീകരിക്കാൻ കഴിയില്ല. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ആന്റിജൻ ഡി ഉള്ള രക്തഗ്രൂപ്പുകൾ പോസിറ്റീവ് എന്നും അതായത് ഇല്ലാത്തത് രക്തഗ്രൂപ്പ് ഇല്ലാത്തത് നമുക്ക് നെഗറ്റീവ് എന്നും പറയാൻ പറ്റും അല്ലേ. ആന്റിജൻ ഡി ഉണ്ടെങ്കിൽ അതിനെ രക്തഗ്രൂപ്പിനെ നമുക്ക് പോസിറ്റീവ് എന്നും ഇല്ലാത്തതിനെ നെഗറ്റീവ് എന്നും പറയാം. ഓക്കെ. RH ഫാക്ടർ അല്ലേ, റീസസ് ഫാക്ടർ എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ RH ഫാക്ടർ എന്ന് പറയുന്നത് റീസസ് ഫാക്ടർ എന്നും അറിയപ്പെടുന്നുണ്ട്. പ്രോട്ടീൻ ആദ്യമായി കണ്ടെത്തിയ റീസസ് കുരങ്ങിൻ്റെ പേരിലാണ് ഇത് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പേര് വരാൻ കാരണം എന്താണ്? പ്രോട്ടീൻ ആദ്യമായി കണ്ടെത്തുന്ന റീസസ് കുരങ്ങിലാണ്. അതുകൊണ്ടാണ് ഇതിന് ആ പേര് കൊടുത്തിരിക്കുന്നത്. RH ഘടകം എന്ന് പറയുന്നത് രക്തഗ്രൂപ്പിൻ്റെ പ്രധാന ഘടകമാണ്. പ്രത്യേകിച്ച് ABO രക്തഗ്രൂപ്പ് സിസ്റ്റത്തിൽ. മനസ്സിലായോ? RH ഘടകം എന്ന് പറയുന്നത് രക്തഗ്രൂപ്പിൻ്റെ ഒരു പ്രധാന ഘടകമാണ്. ഓക്കെ, കിട്ടിയോ? അടുത്തതിലേക്ക് പോകാം. ഫാഗോസൈറ്റോസിസുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഫാഗോസൈറ്റോസിസ്. ഒന്നാമത്തെ പ്രസ്താവന, രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനം. ശരിയാണോടാ? കറക്റ്റ് ആണല്ലേ. ഫാഗോസൈറ്റോസിസ് കേട്ടിട്ടില്ലേ? രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ്. ഈ ഫാഗോസൈറ്റോസിസ് നടത്തുന്ന കോശങ്ങളെ നമ്മൾ എന്ത് വിളിക്കും? ഫാഗോസൈറ്റുകൾ എന്ന് വിളിക്കും അല്ലേ. ഫാഗോസൈറ്റോസിസ് നടത്തുന്ന കോശങ്ങളെ നമ്മൾ ഫാഗോസൈറ്റുകൾ എന്ന് വിളിക്കും. ഛേദരക്താണുക്കളായ മോണോസൈറ്റും ന്യൂട്രോഫിലും ഫാഗോസൈറ്റുകളാണ്. നമ്മൾ പഠിച്ചില്ലേ ഛേദരക്താണുക്കൾ എത്ര വിധമുണ്ട്, അതിനകത്ത് ഏതൊക്കെയാണ് വലുത്, ഏതാണ് ചെറുത്, അതിൻ്റെ ഫങ്ഷൻസ് ഓരോന്നും നമ്മൾ പഠിച്ചതാണ് അല്ലേ. അതിൽ മോണോസൈറ്റും ന്യൂട്രോഫിലിൻ്റെയും ഫങ്ഷൻ നമ്മൾ പഠിച്ചു. എന്താണ്? രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുക അല്ലേ. വിഴുങ്ങി നശിപ്പിക്കുന്നത് ആരാണ്? വിഴുങ്ങുക അതാരാണ് ചെയ്യുന്നത്? മോണോസൈറ്റും ന്യൂട്രോഫിലുമാണ്. ഓർത്ത് വെച്ചേക്കണേ. അപ്പോൾ രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നത് ഫാഗോസൈറ്റോസിസ് ആണ്. ഫാഗോസൈറ്റോസിസ് നടത്തുന്ന കോശങ്ങൾ ഫാഗോസൈറ്റുകളാണ്. ഛേദരക്താണുക്കളായ മോണോസൈറ്റും ന്യൂട്രോഫിലും ഫാഗോസൈറ്റുകളാണ്. ഓക്കെ. അപ്പോൾ ഉള്ളിലകപ്പെടുന്ന ബാക്ടീരിയ പോലുള്ള ജീവികളെ ദഹിപ്പിക്കാൻ കഴിവുള്ള കോശങ്ങളെ നമ്മൾ ഫാഗോസൈറ്റുകൾ എന്ന് പറയും അല്ലേ. ഉള്ളിലകപ്പെടുന്ന ബാക്ടീരിയ പോലെയുള്ള ജീവികളെ ദഹിപ്പിക്കാൻ കഴിവുള്ള കോശങ്ങളെ ഫാഗോസൈറ്റുകൾ എന്ന് പറയും. ഫാഗോസൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെൽ ഈറ്റിംഗ് എന്നാണ് അർത്ഥം അല്ലേ. സെൽ ഈറ്റിംഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒറ്റ വേർഡാണ് ഫാഗോസൈറ്റോസിസ്. അങ്ങനെയാണെങ്കിൽ എന്താണ് പീനോസൈറ്റോസിസ്? എന്താ പീന ഹിന്ദിയിൽ പീന എന്ന് വെച്ചാൽ എന്താ? കുടിക്കുക എന്നുള്ള അർത്ഥമല്ലേ പീന. അപ്പോൾ പീനോസൈറ്റോസിസ് എന്ന് വെച്ചാൽ എന്താണ്? സെൽ ഡ്രിങ്കിങ് ആണ്. ഫാഗോസൈറ്റോസിസ് സെൽ ഈറ്റിങ്ങും പീനോസൈറ്റോസിസ് സെൽ ഡ്രിങ്കിങ്ങുമാണ്. ഓക്കെ. സെൽ എന്ന ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം എന്താണ്? ചെറിയ മുറി എന്നല്ലേ. സെൽ എന്നത് മലയാളം കോശമാണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ. അപ്പോൾ ഈ സെൽ എന്നത് ലാറ്റിൻ പദമാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ചെറിയ മുറി എന്നാണ് അല്ലേ. ചെറിയ മുറി എന്നാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, സസ്യങ്ങളിൽ ഇലകളിലൂടെയുള്ള രോഗാണു പ്രവേശനത്തെ തടയുന്ന മെഴുക ആവരണത്തെ പറയുന്ന പേരെന്താടാ? സസ്യങ്ങളിൽ ഇലകളിലൂടെയുള്ള രോഗാണു പ്രവേശനത്തെ തടയുന്ന മെഴുക ആവരണമാണ്. പറഞ്ഞേ ഉത്തരം കിട്ടുന്നുണ്ടോ? ക്യൂട്ടിക്കിൾ. അതിന് പറയുന്ന പേരെന്താണ്? ക്യൂട്ടിക്കിൾ. സസ്യങ്ങളിൽ ഇലകളിലൂടെയുള്ള രോഗാണു പ്രവേശനത്തെ തടയുന്ന മെഴുക ആവരണമാണ് ക്യൂട്ടിക്കിൾ എന്ന് പറയുന്നത്. മെഴുക ആവരണമായ ക്യൂട്ടിക്കിൾ എന്തിനാ ഉപയോഗിക്കുന്നത്? ഇലകളിലൂടെയുള്ള രോഗാണു പ്രവേശനത്തെ തടയുന്നു. ഇതൊരു
ആവരണമല്ലേ. എന്തിനാണ് ഈ ക്യൂട്ടിക്കിൾ എന്ന ആവരണം? ഇലകളിൽ എന്തെങ്കിലും രോഗാണുക്കൾ പ്രവേശിക്കുക, ഇലകളിൽ കൂടി എന്തെങ്കിലും രോഗാണു പ്രവേശിക്കുകയാണെങ്കിൽ അതിനെ തടയാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായോ? അപ്പോൾ ഇലകളിലൂടെയുള്ള രോഗാണു പ്രവേശനം തടയുക ചെയ്യുന്നത് ക്യൂട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ. പുറംതൊലി ഉള്ളിലുള്ള കോശങ്ങളെ നേരിട്ടുള്ള രോഗാണു സമ്പർക്കത്തിൽ നിന്ന് സംരക്ഷിക്കുന്നു. പുറംതൊലി ഉള്ളിലുള്ള കോശങ്ങളെ നേരിട്ടുള്ള രോഗാണു സമ്പർക്കത്തിൽ നിന്ന് സംരക്ഷിക്കുന്നതും ക്യൂട്ടിക്കിളാണ്. ഓക്കെ. കോശഭിത്തി അല്ലെങ്കിൽ സുസജ്ജമായ പ്രതിരോധ കവചത്തിലെ ലിഗ്നിൻ, ക്യൂട്ടിൻ, സ്യൂബെറിൻ എന്നീ രാസഘടകങ്ങൾ കോശഭിത്തിക്ക് ദൃഢത നൽകുന്നു. കോശഭിത്തി അല്ലെങ്കിൽ പ്രതിരോധ കവചത്തിലെ ലിഗ്നിൻ, ക്യൂട്ടിൻ, സ്യൂബെറിൻ എന്നീ രാസഘടകങ്ങൾ എന്ത് ചെയ്യുന്നു? കോശഭിത്തിക്ക് ദൃഢത നൽകുന്നു. കോശഭിത്തിയിൽ രൂപപ്പെടുന്ന കാലോസ് എന്ന പോളിസാക്കറൈഡ് കോശഭിത്തി മറികടന്നെത്തുന്ന രോഗാണുക്കൾ കോശസ്തരത്തിലൂടെ പ്രവേശിക്കുന്നത് തടയുന്നു. എന്താണ്? കോശഭിത്തിയിൽ രൂപപ്പെടുന്ന കാലോസ് എന്ന പോളിസാക്കറൈഡ് ഈ കോശഭിത്തിയെ മറികടന്നെത്തുന്ന രോഗാണുക്കളുണ്ടല്ലോ, അത് കോശസ്ഥലത്തിലൂടെ പ്രവേശിക്കുന്നത് എന്ത് ചെയ്യും? തടയും. മനസ്സിലായോടാ? അപ്പോൾ ഓർത്തി വെച്ചേക്കുക, സസ്യങ്ങളിൽ ഇലകളിലൂടെയുള്ള രോഗാണു പ്രവേശനത്തെ തടയുന്ന മെഴുകാവരണമാണ് ക്യൂട്ടിക്കിൾ. ഓക്കെ. ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണേ. രക്തം കട്ടപിടിക്കൽ എന്ന പ്രതിരോധ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. രക്തം കട്ടപിടിക്കൽ എന്ന പ്രതിരോധ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. ഒന്നാമത്തെ പ്രസ്താവന, മുറിവേറ്റ ഭാഗത്തെ കലകളും പ്ലേറ്റ്ലെറ്റുകളും ശിഥിലീകരിച്ച് ത്രോംബോപ്ലാസ്റ്റിൻ എന്ന രാസാഗ്നി ഉണ്ടാകുന്നു. ശരിയാണോ? മുറിവേറ്റ ഭാഗത്തെ കലകളും പ്ലേറ്റ്ലെറ്റുകളും ശിഥിലീകരിച്ച് ത്രോംബോപ്ലാസ്റ്റിൻ എന്ന രാസാഗ്നി ഉണ്ടാകുന്നു. അത് കറക്റ്റായ പ്രസ്താവനയാണേ, കറക്റ്റാണ്. രണ്ടാമത്തെ പ്രസ്താവന, ത്രോംബോപ്ലാസ്റ്റിൻ പ്ലാസ്മയിലെ പ്രോത്രോംബിനെ ത്രോംബിനാക്കുന്നു. ത്രോംബോപ്ലാസ്റ്റിൻ പ്ലാസ്മയിലെ പ്രോത്രോംബിനെ എന്താക്കുന്നു? ത്രോംബിനാക്കുന്നു. അതും കറക്റ്റാണ് അല്ലേ, അതും ശരിയാണ്. ഫൈബ്രിനോജിനെ ഫൈബ്രിൻ നാരുകളാക്കുന്നത് ത്രോംബിനാണ്. ഫൈബ്രിനോജിനെ ഫൈബ്രിൻ നാരുകളാക്കുന്നത് ത്രോംബിനാണ്. അതും കറക്റ്റാണ്. ലാസ്റ്റ് പ്രസ്താവന ഇതാണ്, ഫൈബ്രിൻ നാരുകൾ ചേർന്ന് രൂപപ്പെടുന്ന വലക്കണ്ണികളിൽ അരുണ രക്താണുക്കളും പ്ലേറ്റ്ലെറ്റുകളും തങ്ങി രക്തക്കട്ടയുണ്ടാകുന്നു. എന്താണ്? ഫൈബ്രിൻ നാരുകൾ ചേർന്ന് രൂപപ്പെടുന്ന വലക്കണ്ണികളിൽ അരുണ രക്താണുക്കളും പ്ലേറ്റ്ലെറ്റുകളും തങ്ങി എന്തുണ്ടാകുന്നു? അവിടെ രക്തക്കട്ടയുണ്ടാകുന്നു. കിട്ടിയോ? ഈ 4 പ്രസ്താവനകളും ശരിയാണ്. ഈ 4 പ്രസ്താവനകൾ ഞാൻ പെട്ടെന്നൊന്ന് പറയാം, ശ്രദ്ധിക്കുക. മുറിവേറ്റ ഭാഗത്തെ കലകളും പ്ലേറ്റ്ലെറ്റുകളും ശിഥിലീകരിച്ച് എന്താ ഉണ്ടാകുന്നത്? മുറിവേറ്റ ഭാഗത്തെ കലകളും പ്ലേറ്റ്ലെറ്റും ശിഥിലീകരിച്ച് ത്രോംബോപ്ലാസ്റ്റിൻ എന്ന രാസാഗ്നി ഉണ്ടാകുന്നു. ത്രോംബോപ്ലാസ്റ്റിൻ പ്ലാസ്മയിൽ ചെന്നിട്ട് പ്രോത്രോംബിനെ എന്താക്കി മാറ്റും? ത്രോംബിനാക്കി മാറ്റും. മനസ്സിലായോടാ? ത്രോംബോപ്ലാസ്റ്റിൻ പ്ലാസ്മയിലെ പ്രോത്രോംബിനെ ത്രോംബിനാക്കുന്നു. ഇനി ഫൈബ്രിനോജിനെ ഫൈബ്രിൻ നാരുകളാക്കണം. അത് ചെയ്യുന്നത് ഈ ത്രോംബിനാണ്. മനസ്സിലായോ? ഫൈബ്രിൻ നാരുകളാക്കുന്നത് ത്രോംബിനാണ്. ഇനി ഈ ഫൈബ്രിൻ നാരുകൾ ചേർന്ന് രൂപപ്പെടുന്ന വലക്കണ്ണികളിൽ അരുണ രക്താണുക്കളും പ്ലേറ്റ്ലെറ്റുകളും തങ്ങി എന്തുണ്ടാകുന്നു? രക്തക്കട്ടകൾ ഉണ്ടാകുന്നു. ഇത്രയും കട്ടപിടിക്കൽ എന്ന പ്രതിരോധ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഇതെല്ലാം ശരിയാണ് കേട്ടോ. എല്ലാ പ്രസ്താവനയും നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ ഏതാ? എല്ലാവർക്കും അറിയാം അല്ലേ? രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ ഏതാ? കെ ആണല്ലേ. വൈറ്റമിൻ കെ ആണ് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ എന്ന് പറയുന്നത്. ഓക്കേടാ. അപ്പോൾ നമ്മുടെ രോഗങ്ങളും രോഗാണുക്കളും എന്ന ഏരിയയിൽ നിന്നുള്ള കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ, ഇപ്പോൾ 4 ക്ലാസ്സുകളിലായിട്ട്. അപ്പോൾ നമുക്ക് തൽക്കാലം ഞാനിന്ന് വൈൻഡപ്പ് ചെയ്യുവാണേ. പുതിയൊരു ക്ലാസ്സുമായിട്ട് നാളെ വരാം. അപ്പോൾ എല്ലാവരും ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, ബൈ.